ഇന്നൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. എല്ലാ തിരക്കുകളും കഴിഞ്ഞ് ഞങ്ങളിന്ന് ഫ്രീ ആയിട്ടുണ്ട്. അപ്പൊ ദേ രാവിലെ എണീറ്റ് തനിക്കുട്ടി ഇത് അവൾ എന്നെക്കാട്ടിലും മുന്നേ എണീറ്റു. ചിങ്കു പിന്നെ നല്ല ഉറക്കാട്ടോ. ഇന്നലെ വെച്ച കുറച്ച് ബീഫ് കറിയും മോരുകറിയും എല്ലാം ഞാൻ ദേ രാവിലത്തേക്ക് ചൂടാക്കാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ തലേന്നത്തെ കറി രാവിലെ കാണുമ്പോൾ ഒരു പ്രത്യേക കൊതിയാ. നിങ്ങളെ നോക്കി എനിക്കിത് കണ്ട് വായിൽ വെള്ളം വരുന്നുണ്ട്. സാധാരണ ബീഫ് വാങ്ങിയാൽ അമ്മയാട്ടാ കുക്ക് ചെയ്യാറ്. ഇന്നിപ്പോൾ അമ്മയില്ല. എന്തായാലും ഞാൻ തന്നെ കുക്ക് ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ദേ മോരുകറി ഇത് രണ്ടും നല്ല കോമ്പിനേഷൻ ആട്ടോ. ചിങ്കുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇത് രണ്ടും. ഇന്നലെ നൈറ്റ് എനിക്ക് ഒരുപാട് പ്രൊമോഷൻ വർക്കുകൾ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ചെയ്ത് കിടന്നുറങ്ങിയപ്പോഴേക്കും ഒരു നേരമായി. അപ്പോൾ അതേ രാവിലെ ഏകദേശം ഒരു 8 മണി 9 മണിയൊക്കെ ഞാൻ എണ്ണീറ്റപ്പോൾ തന്നെ ഞാനും ചിങ്കും തനിക്കുട്ടിയും ഒറ്റയ്ക്കാവുന്ന സമയത്ത് വീട്ടിൽ അങ്ങനെ ഒരുപാട് പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അന്ന് അങ്ങനെ വൃത്തിയാക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 ദിവസത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കിടന്നോളൂ. തനിക്കുട്ടി ഇത് എന്റെ ബാക്കിൽ ഉണ്ട് കേട്ടോ. അവൾ എന്തൊക്കെയോ ഞാൻ കാണാതെ പണിയൊപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ ബെഡ് തന്നെ അമ്മ എനിക്ക് ബുൾസൈ വേണമെന്ന് പറഞ്ഞാൽ അവൾ എണ്ണീറ്റ് തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ എന്തേ കാടമുട്ട ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് അവൾക്ക് ഇതൊരു 3-4 ബുൾസൈ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. തനിക്കുട്ടിക്ക് പിന്നെ ഓംലെറ്റ് ഒന്നും വലിയ താല്പര്യമില്ല. അവൾക്ക് ഇതേപോലെ ബുൾസൈ ഇത് ഭയങ്കര ഇഷ്ടമാണ്. തനിക്കുട്ടി ഇത് ഒറ്റയ്ക്ക് ബ്രഷ് ചെയ്യാട്ടോ. ഇതൊക്കെ വെറും ഷോ ആണ്. ഒറ്റയ്ക്ക് പല്ലുവെച്ചാൽ പല്ലൊന്നും വൃത്തിയാവുകയില്ല. ഞാനതേ ചപ്പാത്തി ചുടാട്ടോ. ഇന്ന് രാവിലത്തേക്ക് നമുക്ക് ബീഫ് കറിയും ചപ്പാത്തി ആക്കാന്ന് വിചാരിച്ചു. തനിക്കുട്ടി എന്നെ ബുൾസയും കഴിച്ച് കളിക്കാൻ പോയിട്ടോ. ചിങ്കു ആണെങ്കിൽ നല്ല ഉറക്കം. ഞാൻ ഉണ്ടാക്കിയതിനെ കൊണ്ട് പൊക്കി പറയല്ല, സംഭവം അടിപൊളിയായിരുന്നു. ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ചേച്ചി ഫേസിൽ എന്താ പറ്റിയെന്ന്. അപ്പോൾ അത് വേറെ ഒന്നല്ല, ഞാൻ ലേസർ ചെയ്തായിരുന്നു. അപ്പോൾ അതിന്റെ പാടോട്ടാ കണ്ടത്, അല്ലാണ്ട് വേറെ ക്രീമുകൾ യൂസ് ചെയ്തതിന്റെ റിയാക്ഷനും കാര്യങ്ങളൊന്നും അല്ല. ഈവനിങ് ആയപ്പോൾ ഞങ്ങളതേ ഒന്ന് പുറത്തിറങ്ങിയതാണ്. വേറെ നല്ല ചിങ്കുവിന് കുറച്ച് ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി പോയതാട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു തെറ്റായ പ്രചാരണമുണ്ട്. അതെന്താന്നല്ലേ, സാധാരണ ആണുങ്ങൾ പറയും പെണ്ണുങ്ങൾക്ക് ഒരുപാട് സമയമാണ് പർച്ചേസ് ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും ഒരുപാട് സമയം വേണം, പക്ഷെ ആണുങ്ങൾ അങ്ങനെയല്ലാന്ന്. ഈ കാണുന്ന ആൾ 2 ടീഷർട്ടും ഒരു ജീൻ എടുക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം പോയി നിറയും. നിങ്ങൾ നോക്കിയപ്പോൾ കയറിയപ്പോൾ പകലായിരുന്നു, ഇപ്പം നോക്കിയാൽ ഇരുടായി. ഇതാണ് ഞാൻ പറഞ്ഞത്, ആണുങ്ങളും പെണ്ണുങ്ങളെക്കാളേറെ അപ്പുറം.